നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ ചോദ്യം ചെയ്ത സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ BR ഗവായിയുടെ നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്ത് ഏതൊരു പൗരനും കൃത്യമായി അതിൻ്റെ വിശദ വിവരങ്ങൾ തിരക്കിയ ഒരു കാലഘട്ടമാണ്. അതായത് ഈ രാജ്യത്ത് വാർത്തകൾ, പ്രത്യേകിച്ചും പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകളെക്കുറിച്ച് കൃത്യമായി ഒരു വിവരവും അപ്ഡേറ്റ് അല്ലാത്ത വ്യക്തികൾ പോലും ഇതെന്ത് എന്നറിയാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തിയിരുന്നു. പരമാധികാരത്തെ ചൊല്ലിയായിരുന്നു ആ തർക്കമെങ്കിൽ ആ തർക്കം ഒടുവിൽ രാഷ്ട്രപതി 14ഓളം ചോദ്യങ്ങൾ സുപ്രീം കോടതിക്ക് അയക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി. ഇപ്പോഴിതാ മഹാത്മാഗാന്ധി നരേഗ തൊഴിലുറപ്പ് പദ്ധതി അത് വെട്ടിക്കീറി കൃത്യമായി BJP അവരുടെ നയങ്ങൾ, അവരുടേതായിട്ടുള്ള സ്പോൺസേഡ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരുകളെ തുലയ്ക്കാൻ വേണ്ടി ബോധപൂർവം പുതിയ പദ്ധതി രൂപീകരിച്ചു. പേരെല്ലാം മാറ്റി അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ പൊളിച്ചെഴുതുകയാണ്. അതിന് ഒരു രീതിയിലും എതിർപ്പ് പ്രകടിപ്പിക്കാതെ റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരുന്ന് ദ്രൗപദി മുർമു അതിന് ഒപ്പുവെക്കുകയും ചെയ്തു. ഇവിടെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് രാഷ്ട്രപതിയോട് കൃത്യമായി വിവരങ്ങൾ ആരായുന്നത്. എന്തുകൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം വായിക്കാതെ നിങ്ങൾ ഒപ്പുവെച്ചു? നിങ്ങൾക്ക് ഏകപക്ഷീയമായി നടപടിയെടുക്കാൻ അധികാരമുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിക്കൂ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന മഹനീയമായ സ്ഥാനത്തിരുന്നു കൊണ്ട് BJPക്കും സംഘപരിവാറിനും അവർക്ക് എല്ലാ രീതിയിലും വെള്ളവും വളവും നൽകുന്ന രാഷ്ട്രപതിയുടെ നയങ്ങൾ അത് ഭരണഘടനാപരമായി പൊളിറ്റിക്കലി ഒക്കെ ഇൻകറക്റ്റ് ആയാൽ അതിന് ചൂട്ടുപിടിക്കും എന്ന് വിചാരിച്ചോ? അവിടെയാണ് കളികൾ മാറി മറിയുന്നത്. രാഷ്ട്രപതി നെറുകേടിൻ്റെ രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഭരണഘടനയുടെ കസ്റ്റോഡിയനായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട്. പരമാധികാരം നൽകുന്ന പ്രത്യേകമായ സെക്ഷനുകളുണ്ട്. ഈ രാജ്യത്ത് പിന്നെ എന്തിനാണ് കോടതിയും അഭിഭാഷകരും ഒക്കെ? എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലായി പലരും പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ LLB പോയി എടുക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനെ കുറിച്ച് കൃത്യമായി അറിവും ബോധവും ഉണ്ടെങ്കിൽ ഒരാളെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യത്തിലാണ്. അതിപ്പോഴും അതെ, അന്നും അതെ. ഈ രാജ്യത്തിൻ്റെ പരമാധികാരം സുപ്രീം കോടതിയിൽ തന്നെയാണ്, അല്ലാതെ രാഷ്ട്രപതിയിലല്ല. രാഷ്ട്രപതി എന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം മാത്രമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് ഹെഡ് എന്നും ഇന്ത്യയുടെ പ്രഥമ പൗരനെന്നോ ആ രീതിയിലൊക്കെ വിശേഷിപ്പിക്കാം. അതൊരു ആലങ്കാരിക പദവി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രപതി എന്നത് ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സ്ഥാനമേ അല്ല സുപ്രീം കോടതിയുടെ മുമ്പിൽ എന്ന് വീണ്ടും വീണ്ടും സ്വയം തരം താഴ്ന്നു നിൽക്കുകയാണ് ദ്രൗപദി മുർമു.